ബിനീഷ്, നേരത്തെ നമ്മളോട് പ്രതികരിച്ച എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വികസനം അത് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രിയെ തങ്ങൾ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും പ്രധാനമന്ത്രി തന്നെ അധികാരത്തിലേറണം എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ പ്രധാന സേവകനെ അല്ലെങ്കിൽ ലോക ആരാധ്യനായ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും രജനി, നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ അത് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് തലസ്ഥാന നഗരിയിലെ ഓരോ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് പുറകിലായി നിരവധി പേർ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാവരും എത്തുന്നവർ ഒക്കെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് വലിയ ആവേശത്തിൽ തങ്ങൾക്ക് സാക്ഷാൽ നരേന്ദ്രമോദിയെ ഒന്ന് നേരിൽ കാണാനുള്ള ഒരു ആവേശത്തെ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ നമ്മുടെ കൂടെ NDAയുടെ ഘടകകക്ഷിയുടെ ഭാഗമായ നമ്മുടെ കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി ചേരുകയാണ്. ഈ ഒരു പദയാത്ര അങ്ങനെ കേരളം മുഴുവൻ കറങ്ങി അങ്ങനെ തിരിച്ചെത്തുന്നു. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് നിലവിലെ സാഹചര്യം? കേരളത്തിൽ ഈ പദയാത്ര ഏകദേശം സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ സമാപനം കണ്ട സമയത്ത് 25-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയുടെ അതേ പ്രതീതിയിലാണ് ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ തലസ്ഥാനം NDAയുടെ ആളുകളെ കൊണ്ടല്ല, തലസ്ഥാനത്തെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രധാനമന്ത്രി അടുത്തൊന്ന് കാണാനുള്ള ആവേശം, വലിയ ആവേശമാണ്. ഒപ്പം തന്നെ ഘടകകക്ഷി എന്ന രീതിയിൽ സംഘടനാ തലത്തിലുള്ളൊക്കെ BJPയുടെ ഒക്കെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളൊക്കെ ഇപ്പോൾ ഘടകകക്ഷി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞോ? NDAയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ വാർഡുകളിൽ NDA കമ്മിറ്റികൾ വരണം എന്നുള്ളതാണ് നിർദ്ദേശം. ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടില്ല, ആ പ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നു. മുൻകാലങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല മുന്നൊരുക്കം തന്നെ NDAക്കുണ്ട്. അതിൻ്റെ ഫലവും ഇവിടെ ഉണ്ടാവും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ ആത്മവിശ്വാസമാണ് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. BJP മാത്രമല്ല, ഘടകകക്ഷി അംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണോ ഇത്തവണ വലിയ ആവേശം നൽകുന്നത്? തീർച്ചയായും സ്ത്രീകൾക്ക്, കർഷകർക്ക്, ജനങ്ങൾക്കാകമാനം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതീക്ഷ, അതെല്ലാം വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരെങ്കിലും പ്രേരണ കൊണ്ടൊന്നുമല്ല. ഒരു വീട്ടിലെ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അനുഭവമുള്ള വീടുകളാണ് പൂർണ്ണമായിട്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ വിഭജിച്ച് നിർത്താനൊന്നും ഇനി കഴിയില്ല. ജനങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യം ശക്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടിലൂടെ പ്രതിഫലിക്കും. ഒപ്പം തന്നെ സാധാരണക്കാരുടെ ഇടയിലേക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ ഇതിനെയൊക്കെ ഒരു തടയിടാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് NDA നേരിടാൻ പോകുന്നത്? നേരത്തേക്ക് അത് വിശ്വസിക്കുമായിരുന്നു. ഇപ്പം പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്താണെന്ന് സാധാ ഒരു വീട്ടിൽ പോയി, ഒരു ഗ്യാസുള്ള ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ പറയും എനിക്ക് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് കിട്ടിയതെന്ന്. ഒരു കർഷകൻ്റെ അടുത്ത് പോയാൽ പറയും എനിക്ക് കേന്ദ്രം 6000 രൂപ തരുന്നു. അങ്ങനെ താഴെത്തട്ട് അത് എത്തിക്കുവാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുപരി ഒരു പ്രചരണമെന്ന നിലയിൽ NDAയും സഹപ്രവർത്തകരെല്ലാം അത് ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുടെ ഒരു 20 സ്ത്രീകൾ നിൽക്കണമെങ്കിൽ ചോദിച്ചാൽ 20 പേരും പറയും അത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പൈസയാണ് വാങ്ങിക്കണമെന്ന്. ആ ഒരു വലിയ മാറ്റമുണ്ട്. അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇനി വരും കാലങ്ങളിലൊക്കെ നിലവിലെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടി അത് കൊട്ടിഘോഷിച്ചൊക്കെ നടത്തുന്നതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? ഈ കേരള സർക്കാരിൻ്റെ ഈ കള്ളം പറച്ചിലെല്ലാം അതിൻ്റെ അവസാനത്തെ റീലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതൊന്നും നടക്കില്ല. ജനങ്ങൾ ബോധവാനാണ്. ഈ രാജ്യത്തിൻ്റെ മാറ്റം അവർ കാണുന്നില്ലേ? എല്ലാ വീടുകളിലും ഒരു TV കാണും. അടുക്കളയിൽ വരെ ഇരിക്കുന്ന ആളുകൾ കാര്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് കള്ളം പറഞ്ഞാൽ കുറച്ചൊക്കെ വിശ്വസിക്കുമായിരുന്നു. ഇന്ന് തൊഴിലുറപ്പുകാർക്ക് പോലും അത് പൂർണ്ണമായിട്ടും മോഡിയിൽ വിശ്വാസം വന്നിരിക്കുന്നു. ഇനി ഇവരുടെ ഈ ഇടതായാലും വലതായാലും അവരുടെ ഈ കപടതകൾ ജനം അറിഞ്ഞിരിക്കുന്നു. ആ മാറ്റം കേരളത്തിലുണ്ടാവും. ആ കേരളത്തിലൊരു വലിയ ശക്തിയായിട്ട് നമ്മൾ NDA വരും. 20 സീറ്റുകളും മുമ്പൊക്കെ 6 സീറ്റൊക്കെ ഒന്നാം സ്ഥാനം എന്നൊക്കെ പറയും പോലെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. 20 സീറ്റിലും പോരാട്ടമാണ്. നിലവിലെ കാമരാജ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരം എന്ന് തന്നെ പറയാം. കാമരാജ് കോൺഗ്രസിൻ്റെ ഒരു തട്ടകം, അതിൻ്റെ ഒരു തല എന്ന് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ നിലവിലെ തിരുവനന്തപുരത്തിലെ ഒരു സാഹചര്യം, മൊത്തത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെൻറ്റിലേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ പാർലമെൻറ്റില്ല, ഇടുക്കി, എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തനം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു പ്രത്യേകത കാമരാജ് കോൺഗ്രസിൽ ന്യൂനപക്ഷങ്ങളാണ് പൂർണ്ണമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ആ ന്യൂനപക്ഷങ്ങൾ ഒരു പരിധിവരെ BJPക്ക് അനുകൂലമായിരുന്നവരല്ല.
അത് കാമരാജ് കോൺഗ്രസിൽ വന്ന് അവർ സജീവമായിട്ട് ആ പ്രവർത്തനത്തിൽ വന്ന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ ഇവിടെ ഞങ്ങൾക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യയെല്ലാം ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷമാണ് 90% വന്നിരിക്കുന്നത്. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്കാണ് കാമരാജ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം സജീവമായിട്ട് നിൽക്കുന്നത്. സാധാരണ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത് BJP എന്ന് പറയുമ്പോൾ അത് സവർണ്ണ മേധാവി എന്നൊക്കെ ഒരു പാർട്ടി എന്ന ചിന്തയൊക്കെ പ്രചരണം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തുണ്ടായി. ന്യൂനപക്ഷങ്ങളെ വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയ രാഷ്ട്രീയം, അത്തരത്തിലുള്ള ഒരു വിഘടന രാഷ്ട്രീയമായിരുന്നല്ലോ ഇവരൊക്കെ പയറ്റിക്കൊണ്ടിരുന്നത്, CPM-ഉം കോൺഗ്രസും. അതിലൊക്കെ ഇത്തവണ മാറ്റം വരും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴേ ഇന്ന് ഈ തലസ്ഥാനത്ത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണല്ലോ, ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ ന്യൂനപക്ഷം എത്രയുണ്ടെന്ന് ഏകദേശം എനിക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങൾ അവരെല്ലാം ഒരു ഒഴുക്കായിട്ട് വരികയാണ്. ആർക്കും തടഞ്ഞു നിർക്കാൻ കഴിയില്ല. അതൊക്കെ മാറി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാൾജില്ലാത്ത ആളുകൾ വരുന്നത് പോലെ ഇപ്പോൾ ഇത് ശബരിമലയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആറ്റുകാലിൽ ആൾ വരുമ്പോൾ ഇത് ഒഴുകി വരെയല്ലേ ആളുകൾ. ഇതെല്ലാം NDA പ്രവർത്തനം കൊണ്ടൊന്നും ഞാൻ പറയില്ല. കാരണം NDA അറിയാത്ത വീടുകളിലും ഫാമിലിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇന്ന് ഇറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫാമിലി കാറിൽ എവിടെ പ്രധാനമന്ത്രിയെ കാണാനെന്നാണ്. അത് NDAക്കും BJPക്കും ഒന്നും ആ ഫാമിലി അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും രജനി, വലിയ ആവേശം തന്നെയാണ് NDA നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ഒരു രാഷ്ട്രീയം, BJPക്ക് എതിരാണ് ന്യൂനപക്ഷങ്ങൾ എന്ന ഒരു പ്രചരണം സാധാരണഗതിയിൽ സംസ്ഥാനത്തുടനീളം CPM-ഉം കോൺഗ്രസും ശക്തമായി നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ പിന്നോക്കം പോയിരിക്കുന്നു. ഇതെല്ലാം ന്യൂനപക്ഷങ്ങളായ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന നിലപാട് തന്നെയാണ് NDAയുടെ നേതാക്കളും വ്യക്തമാക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനത്തെ NDA നേതാക്കളും കേന്ദ്ര നേതാക്കളൊക്കെ കാണുന്നത്. പ്രധാനമന്ത്രിയെ കാത്തിരിക്കുക തന്നെയാണ്. അനന്തപുരി 10:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം VSSയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകും. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.